സ്വന്തം സഹോദരന്റെ മക്കളെ ഭിക്ഷാടനത്തിനെത്തിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിലായി. ആലപ്പുഴ ഹരിപ്പാടാണ് 10ഉം 14ഉം വയസ്സുള്ള കുട്ടികളെ യുവാവ് ഭിക്ഷാടനത്തിനെത്തിച്ചത്. മതിയായ ആഹാരം നൽകിയിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഭിക്ഷാടനത്തിന് അത് കുറഞ്ഞു പോയാൽ അതിക്രൂര മർദ്ദനവും കുട്ടികൾ നേരിടേണ്ടി വന്നിരുന്നു. ഒടുവിൽ സംഭവം പറഞ്ഞ പോലീസ് തട്ടാരമ്പലത്തിലെ ഒരു പാലത്തിനടിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൂടെയുണ്ടായിരുന്ന 10 വയസ്സുകാരനെ പോലീസ് രക്ഷപ്പെടുത്തി ബാലഭവനിലേക്ക് മാറ്റി. ഭിക്ഷാടന സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട തമിഴ് ബാലൻ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയിരുന്നു. ഭിക്ഷാടന സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട തമിഴ് ബാലൻ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയിരുന്നു. യാത്രക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് വിവരം പോലീസിനെ അറിയിച്ചു. 14കാരൻ തൂത്തുക്കുടി സ്വദേശിയാണ്. അമ്മ മരിച്ചുപോയി, അച്ഛൻ വേറെ വിവാഹം കഴിച്ചു. തുടർന്ന് 14കാരനും 4 വയസ്സിലെ അനുജനും തമിഴ്നാട് സർക്കാരിന്റെ തൂത്തുക്കുടിയിലെ ബാലഭവനിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. 1 മാസം മുൻപ് അച്ഛന്റെ സഹോദരൻ അന്തോണിയാണ് കുട്ടികളെ ഹരിപ്പാട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സ്കൂളിൽ വിടുന്നതിനു പകരം നഗരത്തിൽ ഭിക്ഷയെടുക്കാനായി വിട്ടു. മതിയായ ആഹാരം നൽകിയിരുന്നില്ല. ഭിക്ഷാപണം കുറഞ്ഞാൽ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഹരിപ്പാട് പോലീസ് കേസെടുത്തു. ഈ അന്തോണി എന്ന് പറയുന്ന ആളിന് തന്നെ 4 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഈ പിള്ളേരെ ഭിക്ഷ എടുത്തുകൊണ്ട് വരുന്ന പിള്ളേരുടെ പൈസ കളക്ട് ചെയ്യുന്നത്. ഒരു ദിവസം 1000 മുതൽ 1500 രൂപ വരെയാണ് ഈ കുട്ടികൾ ഭിക്ഷ എടുക്കേണ്ടത്. 1000-ന് താഴേക്ക് ഭിക്ഷ എടുക്കുന്ന തുക കുറഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായും ഇവരുടെ മർദ്ദനങ്ങൾ തലയുടെ പിറകിൽ അടിക്കും എന്നൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞത്. മർദ്ദനം സഹിക്കാതെ അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവൻ റെയിൽവേ സ്റ്റേഷനിൽ ആർക്കോ വേണ്ടി കാത്തിരുന്നത് അവൻ്റെ സഹോദരനായിട്ടുള്ള ഈ ചിലമ്പലേശൻ എന്ന കുഞ്ഞിനെ കൂടി അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവൻ അവിടെ ഇരുന്നത്. ഞങ്ങളെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായും ആ കുഞ്ഞവിടെ നിന്ന് കരഞ്ഞു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയ അന്തോണിയെ തട്ടാരമ്പലത്തിലുള്ള ഒരു പാലത്തിനടിയിൽ നിന്ന് പിടികൂടി. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 10 വയസ്സുകാരനെ സഹോദരനെ പാർപ്പിച്ചിരിക്കുന്ന ബാലഭവനിലേക്ക് മാറ്റി. 10ലും 5ലുമാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും എത്തിയാൽ വിട്ടയക്കും, അല്ലെങ്കിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവിടെ സംരക്ഷിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.